മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. പാണ്ഡവർ ബ്രാഹ്മണരോടൊത്ത് ആശ്രമത്തിൽ ഇരിക്കുമ്പോൾ കുറച്ചകലെയായി സത്യഭാമയും ദ്രൗപദിയും സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്നതായി കണ്ടു. സത്യഭാമയും ദ്രൗപദിയും നർമ്മ സംഭാഷണത്തിലാണ് ഏർപ്പെട്ടിരുന്നത്. കുരുവംശത്തെയും യദുവംശത്തെയും കുറിച്ചുള്ള വിവിധ കാര്യങ്ങൾ അവരുടെ ചർച്ചയ്ക്ക് വിഷയമാവുകയും ചെയ്തു. ഭർത്താക്കന്മാരെ വശവർത്തികളാക്കുന്ന രീതികളെപ്പറ്റി സത്യഭാമ ദ്രൗപദിയുടെ അഭിപ്രായം ആരാഞ്ഞപ്പോൾ ഗൂഢതന്ത്രങ്ങളും മന്ത്രതന്ത്രാദികളും ഔഷധപ്രയോഗവും ഒന്നുമല്ല അതിന് വേണ്ടതെന്നും ത്യാഗനിർഭരമായ പരിചരണവും ആത്മാർത്ഥമായ സ്നേഹവുമാണ് ദമ്പതികൾ ഏകാഭിപ്രായക്കാരാകാൻ ആവശ്യമെന്നും ഏറെ വിശദമായി തന്നെ ദ്രൗപദി പറഞ്ഞു കൊടുത്തു. തുടർന്ന് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ സത്യഭാമയോടൊത്ത് ദ്വാരകയിലേക്ക് തിരിച്ചുപോയി. ദ്രൗപദിയെ മാറോടണച്ച് സത്യഭാമ യാത്ര പറഞ്ഞ് പിരിയുകയും ചെയ്തു. മഹാഭാരത കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ജനമേജയ മഹാരാജാവ് വൈശമ്പായന മഹർഷിയോട് ഇങ്ങനെ ചോദിച്ചു. തുടർന്ന് വനത്തിലെ തണുപ്പും ചൂടും കാറ്റും വെയിലും എല്ലാം ഏറ്റ തളർന്നു മെലിഞ്ഞ പാണ്ഡവർ ദ്വൈതവനത്തിലെ പാവനമായ തടാകത്തിൽ വന്നിട്ട് പിന്നീട് എന്തു ചെയ്തു എന്നാണ് ചോദിക്കുന്നത്. പാണ്ഡവർ അവിടെ ഒരു പർണശാല പണിതു. അവിടെ വരുന്ന ബ്രാഹ്മണരെയൊക്കെ സ്വീകരിച്ചിരുത്തി നദികളും പർവ്വതങ്ങളും ചുറ്റുപാടുമെല്ലാം അവർ സന്ദർശിച്ചു. കൂട്ടത്തിൽ ഒരു ബ്രാഹ്മണൻ ദ്വൈതവനത്തിൽ വന്ന് പാണ്ഡവരെ സന്ദർശിച്ച ശേഷം ധൃതരാഷ്ട്രരുടെ അടുത്തു ചെന്ന് പാണ്ഡവരുടെ അവസ്ഥയൊക്കെ വിവരിച്ചു കൊടുത്തു. അത് കേട്ട് ധൃതരാഷ്ട്രർ അതീവ ദുഃഖിതനായി. കുറ്റബോധം കൊണ്ട് ധൃതരാഷ്ട്രർ നീറിപ്പുകയുകയാണ്. യുധിഷ്ഠിരൻ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നുമില്ല. അർജുനനും ഏട്ടൻ പറഞ്ഞതനുസരിച്ച് ജീവിച്ചുകൊള്ളും. പക്ഷേ ഭീമന്റെ ഉള്ളിലെ പക കൗരവ വംശത്തെ കത്തിച്ചാമ്പലാക്കാൻ ഉതകുന്നതാണ്. ഭീമനെ ഭയമായി ധൃതരാഷ്ട്രർക്ക്. ദുര്യോധനൻ എന്ന പുത്രനോടുള്ള വാത്സല്യത്താൽ അനീതിക്ക് കൂട്ടുനിന്ന ധൃതരാഷ്ട്ര മഹാരാജാവിൻ്റെ ഉള്ളിൽ ഭയവും കുറ്റബോധവും നിഴലിച്ചു. ധൃതരാഷ്ട്രർ ഇങ്ങനെ ചിന്തിച്ചു. ദുര്യോധനന്റെയും കർണന്റെയും ശകുനിയുടെയും ദുശാസനന്റെയും ബുദ്ധിയൊക്കെ മന്ദീഭവിച്ചു പോയല്ലോ. ഇവർ കള്ളച്ചൂതിലൂടെ തട്ടിയെടുത്ത രാജ്യാധികാരം വംശനാശത്തിന് വഴിയൊരുക്കുന്നതാണെന്ന് ഇവരറിയുന്നില്ലല്ലോ. ശകുനി ചതിപ്രയോഗങ്ങൾ നടത്തിയത് ഒട്ടും ശരിയായില്ല. എന്നിട്ടും പാണ്ഡവർ ആ സമയത്ത് അയാളെ വധിക്കാതിരിക്കാനുള്ള സന്മനസ്സല്ലേ കാട്ടിയത്. ഈ മകനോടുള്ള മമത, ദുര്യോധനനോടുള്ള മമത നിമിത്തം താൻ ചെയ്ത ദുഷ്ടപ്രവൃത്തിയുടെ ഫലമായി കൗരവർക്കെല്ലാം അന്ത്യകാലം അടുത്തിരിക്കുന്നു. അതുല്യനായ വില്ലാളിയാണ് അർജുനൻ. അയാളുടെ കയ്യിലെ ഗാണ്ഡീവം കരുത്തുറ്റതാണ്. പോരെങ്കിൽ അയാൾക്ക് അസംഖ്യം ദിവ്യാസ്ത്രങ്ങൾ വശമായിട്ടുമുണ്ട്. ഇതൊക്കെ നേരിടാൻ ഇവിടെ ആർക്കു കഴിയും? ധൃതരാഷ്ട്ര മഹാരാജാവ് ഭയപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം കേട്ട ശകുനി ദുര്യോധനന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു. ദുര്യോധനനും ഇത് കേട്ട് ദുഃഖിതനായി ഭയപ്പെട്ടു. പാണ്ഡവർ തന്നെയും തൻ്റെ രാജ്യത്തെയും ആക്രമിക്കുമെന്നും വധിക്കുമെന്നും ദുര്യോധനൻ ഭയന്നു. അപ്പോൾ ശകുനി ഇങ്ങനെ പറഞ്ഞു. പണ്ട് പാണ്ഡവരെ ആശ്രയിച്ചിരുന്ന രാജ്യലക്ഷ്മി ഇന്ന് നിന്നെയും സഹോദരന്മാരെയും ആശ്രയിച്ചിരിക്കുന്നു. ദ്വൈതവനത്തിലെ ഒരു തടാകത്തിൻ്റെ കരയിൽ പാണ്ഡവർ തമ്പടിച്ചിരിക്കുകയാണ്. നീ സ്വന്തം ആഡംബരങ്ങളും ആർഭാടങ്ങളും കാട്ടിക്കൊണ്ട് പാണ്ഡവരുടെ അടുത്തേക്ക് പോകണം. അത് കാണുന്നത് തന്നെ പാണ്ഡവർക്ക് ദുഃഖകരമാണ്. മാത്രമല്ല നിന്റെ രാജ്ഞിമാർ സർവാഭരണഭൂഷിതരായി അണിഞ്ഞൊരുങ്ങി വാഹനങ്ങളിലേറി യാത്ര ചെയ്യുന്നത് കണ്ടാൽ മരപുരിയും മാൻതോലുമൊക്കെ ഉടുത്തുകൊണ്ട് കാട്ടിലെ കല്ലും മുള്ളും ചവിട്ടിമതിക്കുന്ന കൃഷ്ണയ്ക്ക് ദ്രൗപദിക്ക് നെഞ്ചെരിയും. ശകുനിയുടെ വർത്തമാനം ദുര്യോധനന്റെ ഉള്ളു കുളിർപ്പിച്ചു. മരപുരിയും മാൻതോലും അണിഞ്ഞ് കാട്ടിലൂടെ കഷ്ടപ്പെടുന്ന ദ്രൗപദി ആ ഒരു കാഴ്ച പരമാനന്ദം തന്നെയെന്ന് ദുര്യോധനൻ വിശ്വസിച്ചു. കൗരവരുടെ ഗോശാല ദ്വൈതവനത്തിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഗോക്കളെ കാണാൻ പോകാം എന്ന ഒരു ആവശ്യത്തോടുകൂടി ഇവരെ കാണുകയും ചെയ്യാം. കർണൻ സൂത്രം ദുര്യോധനന് പറഞ്ഞു കൊടുത്തു. ദിവ്യാസ്ത്രങ്ങൾ നേടുന്നതിന് മുൻപ് തന്നെ ദിഗ്വിജയങ്ങൾ കരസ്ഥമാക്കിയവനാണ് അർജുനൻ. ധൃതരാഷ്ട്രർ കൗരവരോട് ദുര്യോധനൻ
ദുശാസനൻ, കർണൻ, ശകുനി തുടങ്ങിയവരോട് ഇങ്ങനെ പറഞ്ഞു: അതുകൊണ്ട് ദ്വൈതവനത്തിൽ പാണ്ഡവർ ഇപ്പോൾ താമസിക്കുന്നുണ്ട്. അവരുടെ അടുത്തെങ്ങാനും പോയാൽ തപശക്തി കൊണ്ട് നിങ്ങളെ അവർ ഭസ്മമാക്കും. അതുകൊണ്ട് അവരുടെ അടുത്തേക്ക് പോകണ്ട. നിങ്ങൾ പശുക്കളെ നോക്കി തിരിച്ചു വരിക. ധൃതരാഷ്ട്രർ കൗരവരെ ഉപദേശിച്ചു. പശുക്കളുടെ കണക്കെടുക്കാൻ ദുര്യോധന, നീ പോകേണ്ട ആവശ്യമില്ല. അതിന് മറ്റാരെയെങ്കിലും ഏൽപ്പിച്ചാൽ മതിയല്ലോ. ധൃതരാഷ്ട്രർ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ശകുനി പറഞ്ഞു: രാജാവേ, ഞങ്ങൾ പാണ്ഡവരുടെ കണക്കെടുക്കാനല്ല പോകുന്നത്. ഞങ്ങൾ പാണ്ഡവരുടെ അടുത്തേക്ക് പോകുന്നതേ ഇല്ല. ഞങ്ങൾ പശുക്കളുടെ എണ്ണമെടുക്കാനാണ് പോകുന്നത്. അതുകൊണ്ട് ഞങ്ങളെ പറഞ്ഞയച്ചാലും. അങ്ങനെ അവസാനം ധൃതരാഷ്ട്രർക്ക് സമ്മതിക്കേണ്ടി വന്നു. തുടർന്ന് ദുര്യോധനൻ ദ്വൈതവനത്തിലേക്ക് പുറപ്പെടുകയാണ്. അതായത് 1000കണക്കിന് സ്ത്രീകൾ അകമ്പടി സേവിച്ചു, 8000 രഥങ്ങൾ, 30,000 ആനകൾ, 9,000 കുതിരകൾ, അസംഖ്യം കാലാൾപ്പട, ഇങ്ങനെ വിപുലമായൊരു സൈന്യം അനുയാത്ര ചെയ്തു. ചുമടുകൾ കയറ്റിയ 1000കണക്കിന് കാളവണ്ടികൾ, കച്ചവടക്കാർ, സ്തുതിപാഠകന്മാർ തുടങ്ങിയ ഒരു പിൻപട വേറെയും ഉണ്ടായിരുന്നു. പലയിടത്തും താവളമടിച്ച് അവർ പശുക്കളെ പാർപ്പിച്ചിരിക്കുന്നിടത്ത് എത്തിച്ചേർന്നു. എല്ലാവരും ആ സുന്ദരമായ വനപ്രദേശത്തെ വാസസാമഗ്രികൾ ഒരുക്കി. ഒരു ദിവസം കൊണ്ടൊടുങ്ങുന്ന രാജർഷി യജ്ഞം നടത്താനായി തടാകതീരത്തിരിക്കുകയാണ് യുധിഷ്ഠിരൻ. അപ്പോഴാണ് പശുക്കളുടെ എണ്ണമൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം ദുര്യോധനൻ കാട്ടിൽ ഉല്ലാസയാത്രയ്ക്ക് ഇറങ്ങിയത്. അങ്ങനെ നടന്ന് ഈ തടാകത്തിന്റെ തീരത്ത് എത്തി. അപ്സര സ്ത്രീകളോടും അനുചരന്മാരോടുമൊപ്പം ചിത്രസേന രാജാവ്, ഗന്ധർവ രാജാവായ ചിത്രസേന രാജാവ് ഇവിടെ ജലക്രീഡയ്ക്ക് വരികയാണെന്ന് പറഞ്ഞ് ഗന്ധർവന്മാർ ദുര്യോധനന്റെ പ്രജകളെ തടഞ്ഞു. തടാകം നിരോധിത മേഖലയാണെന്നും തന്റെയാണെന്നും ഗന്ധർവന്മാരെ ആട്ടിപ്പായിക്കണമെന്നും യുദ്ധവീരന്മാരോട് ദുര്യോധനൻ കൽപ്പിച്ചു. ഗന്ധർവന്മാരെ തടഞ്ഞപ്പോൾ ഗന്ധർവന്മാർ പൊട്ടിച്ചിരിച്ചു. മന്ദബുദ്ധിയായ ദുര്യോധന മഹാരാജാവിന്റെ പ്രജകളല്ലേ നിങ്ങൾ? നിങ്ങളിൽ ആര് ജീവിച്ചിരിക്കും എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളോട് കളി വേണ്ട. അതുകൊണ്ട് ജീവൻ വേണമെങ്കിൽ തിരിച്ചു പോയിക്കൊള്ളൂ. ഗന്ധർവന്മാർ ഇങ്ങനെ പറഞ്ഞു. ഗന്ധർവന്മാരോ ദേവന്മാരോ എന്തിനു പറയുന്നു? ദേവരാജാവായ ദേവേന്ദ്രൻ വന്നാൽ പോലും അവിടെ ജലക്രീഡയ്ക്ക് അനുവദിക്കരുത്. ആട്ടിപ്പായിക്കൂ അവരെ, ദുര്യോധനൻ യുദ്ധവീരന്മാരോട് കൽപ്പിച്ചു. ആജ്ഞ കിട്ടിയ മാത്രയിൽ ഈ ധാർത്തരാഷ്ട്രന്മാരും 1000കണക്കായ വീരയോദ്ധാക്കളും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. തടുക്കാനൊരുങ്ങിയ ഗന്ധർവന്മാരെ ബലം പ്രയോഗിച്ച് മാറ്റി നിർത്തിയിട്ട് അവർ വനത്തിൽ പ്രവേശിച്ചു. ഇത് കണ്ട ഗന്ധർവന്മാർ ഓടിച്ചെന്ന് ചിത്രസേനനെ വിവരം അറിയിച്ചു. ചിത്രസേനൻ പറഞ്ഞു: ആ നീചന്മാരെ വകവരുത്തൂ, വേഗം പോകൂ. ചിത്രസേനൻ ഭടന്മാരോട് കൽപ്പിച്ചു. എല്ലാത്തിനും മുമ്പിലായി കർണൻ നിലകൊണ്ടു. ഗന്ധർവന്മാരെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഗംഭീര യുദ്ധം തന്നെ. അങ്ങനെ യുദ്ധം പുറപ്പെട്ടപ്പോൾ കൗരവരുടെ ബാണപ്രയോഗം ഗന്ധർവന്മാരെ അസ്ത്രവിദ്യരാക്കി. ആദ്യം ഗന്ധർവന്മാർ പേടിച്ച് പിന്മാറുന്നത് കണ്ട് ചിത്രസേനൻ മായാസ്ത്രം പ്രയോഗിച്ചു. ആ മായയിൽപ്പെട്ട് സംഭ്രമത്തിൽ ആണ്ടുപോയ ഓരോ കൗരവ പടയാളിയെയും 10 ഗന്ധർവന്മാർ വീതം വളഞ്ഞു തല്ലി. യോദ്ധാക്കൾ പ്രാണനും കൊണ്ട് ഓടി. ദുര്യോധനനും കർണനും ശകുനിക്കും സാരമായ പരിക്കുകൾ ഏറ്റു. കർണന്റെ രഥം അവർ തകർത്ത് തരിപ്പണമാക്കി. വാളും പരിചയമേന്തിയ കർണൻ വികർണന്റെ രഥത്തിൽ കയറി യുദ്ധം തുടർന്നു. കൂസാതെ ശരമാരി വർഷിച്ച ദുര്യോധനനെ ഗന്ധർവന്മാർ നേരിട്ടു. ദുര്യോധനന്റെ തേര് തകർത്തൊടിച്ചു. നിശ്ചലനായി നിന്നുപോയി ദുര്യോധനനെ തടവിലാക്കി. തേരിലിരുന്ന ദുശാസനെയും പിടിച്ചുകെട്ടി തടവിലാക്കി. തുടർന്ന് ഗന്ധർവന്മാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടോടിയ കൗരവ പടയാളികൾ കയ്യിൽ കിട്ടിയ സാധന സാമഗ്രികൾ എടുത്തുകൊണ്ട് പാണ്ഡവരെ അഭയം പ്രാപിച്ചു. മന്ത്രിമാർ എല്ലാവരും കൂടി ചെന്ന് യുധിഷ്ഠിരനോട് ഇങ്ങനെ പറഞ്ഞു: ഞങ്ങളുടെ രാജാവായ ദുര്യോധനനെ എത്രയും പെട്ടെന്ന് രക്ഷിക്കണമെന്ന്. ദുര്യോധനന്റെ മന്ത്രിമാര് ഇങ്ങനെ അതിദാരുണമായി ആശ്രയിച്ച് അപേക്ഷിക്കുന്നത് കണ്ടിട്ട് ഭീമസേനൻ ഇങ്ങനെ പറഞ്ഞു: ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ട് ചെയ്യേണ്ടി ഇരുന്ന കാര്യം ഇന്ന് ഗന്ധർവന്മാർ ചെയ്തു. കഴിവില്ലാത്തവരെ ദ്രോഹിക്കുന്നവർക്ക് മറ്റാരെങ്കിലും ശിക്ഷ നൽകും. അത് ലോകനീതിയാണ്. ഞങ്ങളിപ്പോൾ ഈ കാട്ടിലെ തണുപ്പും കാറ്റും വെയിലും എല്ലാം സഹിച്ചു തപസ്സും ചെയ്ത് ആകെ തളർന്നിരിക്കുന്നു. ഞങ്ങളുടെ സ്ഥിതി ഒട്ടും മെച്ചമല്ല. ദുര്യോധനൻ ഭാഗ്യം കൊണ്ട് സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ കഷ്ടപ്പാട് കണ്ട് രസിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചതല്ലേ? സത്യത്തിൽ അവരെല്ലാം ദുഷ്ടന്മാരാണ്.
ഭീമൻ ഇങ്ങനെ പരിഹസിക്കുന്നത് കൊണ്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ഭീമ, നീ ഇപ്പോൾ ഇങ്ങനെ കൊള്ളിവാക്കുകളൊന്നും പറയണ്ട. അവർ നമ്മളെ ആശ്രയിച്ചവരല്ലേ, നമ്മൾ അഭയം കൊടുക്കുക തന്നെ വേണം. എത്രയാണെങ്കിലും അവർ നമ്മളുടെ കുലത്തിലുള്ളവരാണ്. അതുകൊണ്ട് ഭീമ, നീ പോയി ഗന്ധർവന്മാരെ തോൽപ്പിച്ച് ദുര്യോധനനെ പിടിച്ചു കെട്ടിക്കൊണ്ടുവരണം. സൗമ്യത്തിൽ പറഞ്ഞു നോക്കുക. ദുര്യോധനനെ വിട്ടില്ലെങ്കിൽ രക്തം ചിന്തുക തന്നെ വേണ്ടിവരും. യുധിഷ്ഠിരൻ ഭീമനോട് ഉപദേശിച്ചു. ഇനി അടുത്ത ഭാഗത്ത് പാണ്ഡവ ഗന്ധർവ യുദ്ധമാണ് പറയാൻ പോകുന്നത്. മഹാഭാരത കഥകൾ പറയുന്നതും ശ്രവിക്കുന്നതും പുണ്യമത്രേ. തുടർന്നുള്ള ഭാഗങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ.